ഒരു പിശുക്കൻ തന്റെ വീട്ടുമുറ്റത്ത് ഒരു വിത്ത് കുഴിച്ചിട്ട് അതിന് വെള്ളമൊഴിച്ചു. പെട്ടെന്ന് ആ വിത്ത് വളരാൻ തുടങ്ങി. രാത്രി ആയപ്പോഴേക്കും 3 കായ്കളും ഉണ്ടായി. അയാൾ രാവിലെ തന്നെ 2 പണിക്കാരെ വിളിച്ച് ആ വലിയ കായ്കൾ മുറിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ മുറിക്കാൻ തുടങ്ങിയതും ആദ്യത്തെ കായ്ക്കുള്ളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ കായ് പൊട്ടിത്തെറിച്ച് അതിൽ നിന്നും ഒരുപാട് എലികൾ പുറത്തു വന്നു. എന്നിട്ട് അയാളുടെ പത്തായപ്പുരയിലെ മുഴുവൻ നെല്ലും തിന്നിട്ട് അവിടെ കാഷ്ടിച്ചു വെച്ചു. ഇതെല്ലാം തുടങ്ങിയത് അയാളുടെ അനിയൻ ഇതുപോലെ ഒരു വിത്ത് കിട്ടിയപ്പോഴാണ്. അവനും വിത്ത് കുഴിച്ചിട്ട് അതിൽ നിന്നും വന്ന കായ് മുറിച്ചപ്പോൾ അവന്റെ ചെറ്റക്കുടൽ സ്വർണം കൊണ്ട് തീർന്ന ഒരു കൊട്ടാരമായി മാറി. കൂടാതെ അവൻ ആ നാട്ടിലെ വലിയൊരു പണക്കാരനായി മാറുകയും ചെയ്തു. ഇതറിഞ്ഞ ഇയാളാണെങ്കിൽ അനിയന്റെ വീട്ടിലെത്തി ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് എന്നെല്ലാം മനസ്സിലാക്കി. എന്നിട്ട് അനിയന്റെ വീട്ടിൽ നിന്നും വലിയൊരു പെട്ടി സ്വർണം മോഷ്ടിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ഭാര്യയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്തു. ഇയാളുടെ അനിയൻ ഒരു ദിവസം ഒരു പാവം കിളിയെ കാലൊടിഞ്ഞു കിടക്കുന്നത് കണ്ടു. അവൻ അതിനെ നന്നായി പരിപാലിച്ച് സുഖപ്പെടുത്തി വിട്ടയച്ചു. കിളി അതിന്റെ നന്ദിയായി അവന് കൊടുത്ത വിത്തിൽ നിന്നാണ് ഈ സൗഭാഗ്യങ്ങളെല്ലാം അവന് ലഭിച്ചത്. ഇതെല്ലാം കേട്ടതും ഇയാൾക്കും ഭാര്യയ്ക്കും അത്യാഗ്രഹം മൂത്തു. അവരാ വിത്ത് ലഭിക്കാൻ പ്ലാൻ ഇടാൻ തുടങ്ങി. അങ്ങനെ അന്ന് രാത്രി അയാൾ ഒരു കിളിക്കൂട് കണ്ടെത്തി കിളിയെ പിടിച്ച് അതിന്റെ 2 കാലുകളും മുടിച്ചു കളഞ്ഞു. ഇത് കണ്ട അയാളുടെ വീട്ടിലെ പൂച്ച വരെ പേടിച്ചുപോയി. എന്നിട്ട് അയാൾ ആ കിളിയുടെ കാല് രണ്ടും വെച്ച് കെട്ടി ശരിയാക്കി അതിനോട് 2 കാലുകളും ശരിയാക്കിയതിനു പകരം 5 വിത്തുകൾ വേണമെന്നാവശ്യപ്പെട്ടു. ആ സമയത്ത് അതിനെ സഹായിക്കാൻ നോക്കിയ പൂച്ചയെ അയാൾ തല്ലിക്കൊന്നു. ഇതും കൂടി കണ്ടതോടുകൂടി കിളി പേടിച്ചുപോയി. പെട്ടെന്ന് തന്നെ അവിടെ നിന്നും നിർത്താതെ പറന്ന് കിളികളുടെ രാജ്യത്തെത്തി. എന്നിട്ട് അവിടുത്തെ രാജ്ഞിയോട് തനിക്കുണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യം വന്ന രാജ്ഞിയാണെങ്കിൽ അയാൾക്ക് പണി കൊടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അയാൾ ചോദിച്ചതുപോലെ തന്നെ ഒരു വിത്ത് റാണി ആ കിളിയുടെ കയ്യിൽ അയാൾക്ക് കൊടുത്തുവിട്ടു. അങ്ങനെ ആ അത്യാഗ്രഹി ആഗ്രഹിച്ചതുപോലെ തന്നെ അവന് വിത്ത് കിട്ടി. അത് മുറ്റത്ത് കുഴിച്ചിട്ട് വെള്ളമൊഴിച്ചതും രാത്രി ആയപ്പോഴേക്കും അതിൽ വലിയ 3 കായ്കൾ ഉണ്ടായി. അടുത്ത ദിവസം രാവിലെ തന്നെ പണിക്കാരെ വിളിച്ച് ആ കായകൾ മുറിപ്പിക്കാൻ തുടങ്ങി. ആദ്യത്തെ കായ മുറിച്ചതും അത് പൊട്ടിത്തെറിച്ച് ആയിരക്കണക്കിന് എലികൾ പുറത്തു വന്നു. എന്നിട്ട് അയാളുടെ നെല്ല് മുഴുവൻ തിന്ന് കാഷ്ടിച്ചു വെച്ചുപോയി. അയാൾ വീണ്ടും അത്യാഗ്രഹം കൊണ്ട് 2ാമത്തെ കായ മുറിക്കാൻ പണിക്കാരോട് പറഞ്ഞു. അത് പൊട്ടിത്തെറിച്ചതും അതിൽ നിന്നും വന്ന 3 ഭൂതങ്ങൾ അവന്റെ വീട്ടിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി. ദേഷ്യം വന്ന അയാൾ ഇപ്പോൾ സ്വയം കോടാലിയെടുത്ത് 3ാമത്തെ കായ മുറിച്ചു. പെട്ടെന്ന് അതിൽ നിന്നും അയാൾ കൊന്ന പൂച്ചയുടെ രാക്ഷസ രൂപം പുറത്തു വന്നു. ഇത് കണ്ട് പേടിച്ച് അവനും അവന്റെ ഭാര്യയെ മൂടി ഒളിക്കാൻ നോക്കി. എന്നാൽ പൂച്ച അവരെ 2 പേരെയും തേടി പിടിച്ച് കൊന്നുകളഞ്ഞു. എന്നിട്ട് ആ പൂച്ചയുടെ ആത്മാവ് എങ്ങോട്ടോ മാഞ്ഞുപോയി.